ഇനി ളുമാം ഇബ്നു സഅലബ പറയാൻ, അസ്അലുക ബിമൻ റഫഅ അസ്സമാഅ വബസത അൽ-അർള വനസബ അൽ-ജിബാൽ. പർവ്വതങ്ങളെ നിർത്തുകയും ഭൂമിയെ പരവതാനിയാക്കുകയും ആകാശഗോളങ്ങളെ പടക്കുകയും ചെയ്ത അല്ലാഹുവിനെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹു അർസലക ഇലൈനാ റസൂലാ, ആ അല്ലാഹു നിങ്ങളെ ഞങ്ങളുടെ റസൂലാക്കി നിയോഗിച്ചതാണോ? അങ്ങ് റസൂലാണ്, ഈ അല്ലയാണോ നിങ്ങളെ ഞങ്ങളിലേക്ക് നിയോഗിച്ചത്? തങ്ങൾ ചാരി നിൽക്കുന്ന നബി നേരെ ഇരുന്നിട്ട്, കാരണം ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഹബീബായ നബി തങ്ങൾ നിവർന്നുകൊണ്ട് ഉത്തരം പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹു തന്നെയാണ് അതിന് സാക്ഷി, അതേ ഞാൻ ആ അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യന് ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയാൽ ബാക്കിയെല്ലാം ക്ലിയറാണ്. സമഅൻ വ ത്വാഅ, പിന്നെ വേറൊന്നും വേണ്ട. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണല്ലേ, ആ റബ്ബാണോ അങ്ങേ നിയോഗിച്ചത്? അല്ലാഹുമ്മ നഅം, അതെ 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 അല്ലാഹു തന്നെയാണ്. പിന്നെ ചോദിച്ചു, ഇസ്ലാം എന്താണ്? ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈമാൻ കാര്യം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യം ഈമാൻ കാര്യമൊക്കെ പഠിച്ചു, ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവാണ്. വല്ലാഹി ലാ അസീദു അലാ മാ സമിഅ്തു വലാ അൻഖുസ്, ഞാൻ ഈ കേട്ട് പഠിച്ചതിൽ നിന്ന് ഏറെയോ കുറച്ചോ ഒന്നും ഞാൻ ചെയ്യൂല. 5 നേരം ഞാൻ നിസ്കരിക്കും, റമളാൻ ഞാൻ നോമ്പെടുക്കും, സകാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ സകാത്ത് കൊടുക്കും, കഴിയുമെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യും. ഇതിലപ്പുറം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, അന ളുമാം ഇബ്നു സഅലബ, എന്റെ പേര് ളുമാം ഇബ്നു സഅലബ എന്നാണ് നബിയെ. അഖൂ ബനി സഅദ് ഇബ്നു ബക്രിൻ, ബനു സഅദ് ഇബ്നു ബക്കർ എന്ന ഗോത്രത്തിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. ഇത് പറഞ്ഞ് ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഹബീബിന്റെ മസ്ജിദിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച മനുഷ്യനെ കുറിച്ച് പറഞ്ഞ വാക്കെന്താണെന്നറിയണ്ടേ? മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ. സ്വർഗത്തിലേക്ക് നടന്നു വരുന്ന ഒരാളെ ആർക്കെങ്കിലും കാണണമെന്ന ആഗ്രഹമുണ്ടോ? നോക്കിക്കോളൂ, ആ പോകുന്ന മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ഒരു നിസ്കാരം പോലും അയാൾ നിർവഹിച്ചിട്ടില്ല, ഷഹാദത്ത് നിർവഹിച്ച് ഇറങ്ങിപ്പോവുകയാണ്. ഇതിലേറെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, ഇതിൽ ഞാൻ ഒട്ട് കുറക്കുകയുമില്ല. അത്രയാണ് പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇതാ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണിത്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്.